ഇന്നത്തെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വലിയൊരു പ്രശ്നം ഉയരുകയാണ്. ക്യാഷ്ലെസ് ക്ലെയിം റിജക്ട് ചെയ്യുന്നതും പല ആശുപത്രികളും ക്ലെയിം സ്വീകരിക്കാത്തതും ഇന്ന് കൂടിക്കൊണ്ടുവരികയാണ്. ഇത് ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് മാത്രമുള്ള പ്രശ്നമല്ല, മറിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിനുള്ള വലിയ ഒരു ചാലഞ്ച് കൂടിയാണ്. പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു ക്യാഷ്ലെസ് ക്ലെയിം റിജക്ട് ചെയ്യുന്നത് ഉയരുകയാണ്. അതിന്റെ കാരണം ചില ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള പ്രശ്നമാണ്. ഹോസ്പിറ്റൽ ചാർജ്, ട്രീറ്റ്മെന്റ് റേറ്റ്, റീഇംബേഴ്സ്മെന്റ് ഡിലേ എന്നീ കാര്യങ്ങളിൽ ഇരുവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആശുപത്രികൾ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു പ്രശ്നങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങളിൽ എങ്ങനെ സ്വാധീനമുണ്ടാക്കാം? രണ്ട് രീതിയിൽ സ്വാധീനമുണ്ടാക്കാം. ഒന്ന്, ഇതിന്റെ നെഗറ്റീവ് സൈഡാണ്. ഉദാഹരണത്തിന്, ക്യാഷ്ലെസ് പോളിസി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോളിസി എടുത്ത ആൾക്കാർ അത് കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ട്, ഏജൻസിനെ നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നുള്ള ഒരു ഭയം വരാം. മൂന്ന്, മാർക്കറ്റിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കുറയും. ഈ രീതിയിലൊക്കെ നെഗറ്റീവായി നിങ്ങളെ ഇത് ബാധിക്കാം. ഇനി ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണ്? ഈ സ്ഥിതി ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഏജന്റുമാർക്ക് ക്ലയന്റിന്റെ വിശ്വാസം നേടാനുള്ള ഒരു അപൂർവ അവസരമാണ്. സർവീസ്, ഗൈഡൻസ്, ക്ലാരിറ്റി ഇവയെല്ലാം നിങ്ങളുടെ വാല്യൂ ആയി മാറും. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം മറികടക്കാനുള്ള 4 മാർഗങ്ങളെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് നമ്പർ 1, ക്ലയന്റിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിനോട് സത്യസന്ധമായി കാര്യങ്ങൾ വിവരിക്കുക. എന്താണിത്? ഏജന്റിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. നിങ്ങൾ ക്ലയൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് സത്യസന്ധമായി പറയുക, ക്യാഷ്ലെസ് എല്ലായിടത്തും 100% ഉറപ്പില്ല, ചില ആശുപത്രികളിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവ ലഭിക്കുന്ന കൃത്യമായ ആശുപത്രികളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് നിങ്ങളിൽ വിശ്വാസം നേടും. സ്റ്റെപ്പ് 2, ഡോക്യുമെന്റേഷനിൽ കൃത്യത പാലിക്കുക. ക്യാഷ്ലെസ് റിജക്ഷന്റെ പ്രധാന കാരണം ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പേപ്പർ വർക്ക് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏജന്റായി നിങ്ങൾ ഒരു കസ്റ്റമറിന് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരുമായി കോൺടാക്ട് ചെയ്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പിക്കണം, അല്ലെങ്കിൽ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒന്ന്, ഹോസ്പിറ്റലിൽ അഡ്മിഷന് മുമ്പ് പ്രീ ഓതറൈസേഷൻ ഫോം നൽകാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കസ്റ്റമേഴ്സിനെ പഠിപ്പിക്കുക. 2, ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ കൃത്യമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ പറയുക. 3, ബില്ല്, എസ്റ്റിമേറ്റ്, ടെസ്റ്റ് റിപ്പോർട്ട് എന്നിവയെല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ പറയുക. ഈ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വലിയ കാര്യങ്ങളാണ്. സ്റ്റെപ്പ് നമ്പർ 3, ഓൾട്ടർനേറ്റ് ഹോസ്പിറ്റൽ ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റലിൽ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ ഹോസ്പിറ്റലുകൾ പ്രശ്നമുണ്ട്, ഇതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് ഒരു ക്ലയന്റ് എമർജൻസി അല്ലെങ്കിൽ അർജന്റായി കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് എടുത്ത് ഈ ഹോസ്പിറ്റലൊക്കെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ലിസ്റ്റ് ഉടനെ തന്നെ നിങ്ങളുടെ കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങളെ റിയൽ ഒരു അഡ്വൈസറാക്കി മാറ്റും. സ്റ്റെപ്പ് നമ്പർ 4, സർവീസ് ഓറിയന്റഡ് അപ്രോച്ച്. എന്താണിത്? ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ജോലി പോളിസി വിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് കസ്റ്റമറിനെ ഗൈഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നിവയാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വന്ന ഈ മാറ്റങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷെ എന്നാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വളരാനും സാധിക്കും. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, കറക്റ്റ് ഗൈഡൻസ്, ഇതാണ് ഒരു ഏജന്റിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിനെങ്കിലും ഷെയർ ചെയ്യൂ. അവർക്കും അപ്ഡേറ്റ് ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ ഏജന്റ്സിന് വേണ്ടിയിട്ടുള്ള, കേരളത്തിലെ ഇൻഷുറൻസ് ഏജന്റിന് വേണ്ടിയിട്ടുള്ള വിവിധ തരങ്ങളായ അപ്ഡേറ്റഡ് വീഡിയോകൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.